ഷൈൻ ടീച്ചറിന്റെ വിഷയം വരുമ്പോൾ എല്ലാത്തിനെയും അങ്ങ് എന്താ പറയുന്നത് ന്യൂട്രലൈസ് ചെയ്തുകൊണ്ട് എല്ലാത്തിനെയും ജനറലൈസ് ചെയ്തുകൊണ്ട് ഇതാ ഞങ്ങൾ ഈ വലിയ സ്ത്രീ സംരക്ഷകരാണ്, സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന സ്ത്രീപക്ഷമായ സ്ത്രീവിരുദ്ധമായ എല്ലാത്തിനുമെതിരെ തിരിഞ്ഞു നിന്ന് ആരാടാ എന്ന് ചോദിക്കുന്നത് ഞങ്ങളാണ് എന്ന് CPM പറഞ്ഞാൽ അതിനെ പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്തം ഇവിടുത്തെ പൊതുമനസാക്ഷിക്കുണ്ട്, കോൺഗ്രസിനല്ല. ഷൈൻ ടീച്ചറിന്റെ വീടിന്റെ പേര് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടത് ഓർമ്മ എന്നാണ്. അപ്പൊ CPM നേതാക്കൾക്കും ഷൈൻ ടീച്ചറിനും ചില ഓർമ്മകൾ വേണം. നോക്കൂ, ഉമ്മൻചാണ്ടിയുടെ മകളുമായി ബന്ധപ്പെട്ട്, അച്ചു ഉമ്മനുമായി ബന്ധപ്പെട്ട് ഈ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് സൈബർ ഗുണ്ടായിസം നടന്ന സമയം ഞങ്ങൾ നേരിട്ട് പരാതി കൊടുത്തിട്ടുണ്ട് കേരളത്തിലെ പോലീസിന്. ഈ ദ്രുതഗതിയിലുള്ള അന്വേഷണം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അവിടെ ചാണ്ടി ഉമ്മൻ MLA ആയിട്ട് ഏതാണ്ട് 1 വർഷം കഴിഞ്ഞു, ഇതുവരെ ആ കേസിന്റെ പുരോഗതി ഉണ്ടായിട്ടില്ല. ആന്തൂർ സാജൻ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ടവൻ വിദേശത്തു നിന്ന് കയ്യിൽ കുറച്ച് പൈസയുമായി വന്ന് നാട്ടിൽ 4 പേർക്ക് ജോലി കൊടുക്കാൻ വേണ്ടി ഒരു സംവിധാനം ഉണ്ടാക്കിയപ്പോ അന്ന് പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ ആന്തൂർ നഗരസഭയുടെ അധ്യക്ഷയായിരിക്കുന്ന സ്ഥലത്ത് അവൻ കൈക്കൂലി കൊടുക്കാൻ തയ്യാറല്ലാത്തതിന്റെ പേരിൽ ഈ കയറിൽ കെട്ടിത്തൂങ്ങേണ്ടി വന്നതിന്റെ പിറ്റേന്ന് ഇവിടുത്തെ സൈബർ ഗുണ്ടകളല്ല കേട്ടോ, മുഖമില്ലാത്ത സൈബർ സ്പേസുകളല്ല, മറിച്ച് ദേശാഭിമാനി എന്ന് പറയുന്ന ചരിത്രം പേറുന്ന പത്രം അതിന്റെ പിറ്റേ ദിവസം ആന്തൂർ സാജന്റെ ഭാര്യയെ പറ്റി അവിഹിത കഥ എഴുതി വിട്ടു. അതിൽ പരാതി ഉണ്ടായി. ആന്തൂർ സാജന്റെ ഭാര്യ നേരിട്ട് പരാതി കൊടുത്തു ഇവിടുത്തെ പോലീസിന്. എന്താ ദേശാഭിമാനിക്കെതിരെ ഒരു FIR വിട്ടിട്ടുണ്ടോ? ദേശാഭിമാനി പത്രത്തിന് അത് തിരുത്തേണ്ടി വന്നിട്ടുണ്ടോ? ഉമ്മൻചാണ്ടിയുടെ CD തേടിപ്പോയത് ലക്ഷ്മിയെ ഞാൻ കുറ്റപ്പെടുത്തിയല്ല, പക്ഷെ ലക്ഷ്മി അടക്കമുള്ള മാധ്യമങ്ങൾക്ക് അതിൽ പങ്കുണ്ട്. അപ്പൊ സൈബർ സ്പേസ് മാത്രമല്ല, നമ്മളുടെ എല്ലാവരുടെയും പൊതു ചിന്താഗതി മാറണം. അതിൽ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട്. അർദ്ധവാർത്തകളുടെ അയ്യരുകൾ നടത്തുന്നതിൽ ന്യൂസ് മലയാളത്തെ കുറ്റപ്പെടുത്തിയല്ല ഞാൻ. പക്ഷെ വൈകുന്നേരങ്ങളിലെ ന്യൂസ് സർക്കസുകളിലേക്ക് കിട്ടിയത് ഏതാണ്, കിട്ടിയതിന്റെ പാതിയുണ്ടോ അറ്റമുണ്ടോ എന്ന് നോക്കാതെ അത് കൊട്ടിഘോഷിച്ച് ആ മാതൃക കാണിക്കുന്നതിൽ മാധ്യമങ്ങൾക്കും വലിയ പങ്കുണ്ട്. ഷൈൻ ടീച്ചർ അടക്കം, ലക്ഷ്മി അടക്കം, കോൺഗ്രസിലെ ഉമാ തോമസ് അടക്കം, കോൺഗ്രസോ CPM ഓ BJP എന്നൊന്നുമില്ല, പൊതുവിടങ്ങളിൽ ഉള്ളതല്ല, വീടിനുള്ളിലാണെങ്കിൽ പോലും ഒരു ആ സ്ത്രീ അടിസ്ഥാനരഹിതമായ ഒരു ആരോപണം നേരിടേണ്ടവളല്ല എന്ന ബോധ്യമാണ് ഞങ്ങൾക്കുള്ളത്. ആ കാര്യത്തിൽ ആരെയും സംരക്ഷിക്കാൻ കോൺഗ്രസ് പാർട്ടി തയ്യാറല്ല, ആരെയും പൊതിഞ്ഞു പിടിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. പക്ഷേ ഞങ്ങളാണ് ഇതിന്റെ എല്ലാം മൊത്തക്കച്ചവടക്കാർ, ഞങ്ങളാണ് ഇതിന്റെ എല്ലാം സംരക്ഷകർ എന്ന രീതിയിൽ ചില ചെന്നായിക്കൂട്ടം അവിടെ നിന്ന് ഓരിയിടാൻ തുടങ്ങിയാൽ, അല്ല നിങ്ങൾ കാണിച്ച പണി ഇതിനേക്കാൾ ക്രൂരമായിരുന്നു എന്ന് പറയേണ്ട ഉത്തരവാദിത്തമുണ്ട്. അത് സൂചിപ്പിക്കുകയും തീർച്ചയായും